നമുക്ക് അവൽ വിളയിച്ചത് ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിൽ നമുക്കൊരു ഏകദേശം ഒരു 3 കപ്പ് അളവിൽ അവലെടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരണം. വറക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പം നമ്മുടെ അവൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, എള്ള്, പൊട്ടുകടല എന്നിവ നമുക്ക് വറുത്തെടുക്കാമേ. അതിന് വേണ്ടിയിട്ട് ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിക്കുക. വേറൊരു പാനിലോട്ട് ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്തെടുക്കുക. കപ്പലണ്ടി ഒന്ന് മൂത്ത് വരണം. അപ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പോടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ഏകദേശം ഒരുപോലൊക്കെയാണ് മൂത്ത് വരുന്നത്. അതുകൊണ്ട് രണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് ഇത് ഏകദേശം ഒരു മൂപ്പായി വന്നിട്ടുണ്ട്. പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് പൊട്ടുകടലയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പോട് ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. പൊട്ടുകടല, അണ്ടിപ്പരിപ്പും കപ്പലെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മൾ കിസ്മിസോട് ചേർത്തിട്ടുണ്ട്. കിസ്മിസും ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി അത് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വെച്ചിരുന്ന ഉരുളി എടുക്കുക. അതിലേക്ക് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പീര, തേങ്ങ കൂടുതൽ ചേർക്കുന്നതായിരിക്കും നമ്മുടെ ഈ അവൽ വിളയിച്ചിൻ്റെ ടേസ്റ്റ് ഉള്ളത്. ഒരു തേങ്ങ വരെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നിടം വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 250 ഗ്രാം, ഏകദേശം 250 ഗ്രാം ഉള്ളൊരു ശർക്കര ഉരുക്കിയെടുത്തതാണ് ഇത്. നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിനിപ്പോൾ ഒരു സാമാന്യ മധുരം ഉണ്ടായിരിക്കും. ഇത് തേങ്ങയോട്ട് ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. തേങ്ങയായിട്ട് നല്ലതായിട്ട് ശർക്കരയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അതിനുശേഷം വേണം നമുക്ക് അവലിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ പകുതി അവലിട്ട് കൊടുക്കാം. പകുതി അവലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയും ശർക്കരയും ഉള്ള മിശ്രിതം ഈ അവലിലോട്ട് എല്ലാ ഭാഗവും നന്നായി പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ തേങ്ങ അവലും കൂടെയുള്ള മിശ്രിതം എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഏകദേശം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ബാക്കിയുള്ള അവൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കുക.
4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ വിഭവമാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് തന്നെയല്ല, മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പഴയകാല നാടൻ വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നട്ട്സൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ എള്ളൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് എള്ളും കപ്പലണ്ടിയും ക്യാഷ്യൂനട്ടും കിസ്മിസും എന്നിവയാണ് നെയ്യിൽ മൂപ്പിച്ച് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേനും നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ അവൽ കുറച്ചുകൂടെ കട്ടിയായിപ്പോവും. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടി വകകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.25 സ്പൂണ് ചുക്ക് പൊടിയും ഒരു 12 ഏലക്കായും പിന്നെ ഒരു 2.5 സ്പൂണ് ജീരകം പൊടിച്ചതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചതാണ്. തീ ഓഫ് ചെയ്തിട്ട് വേണം, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചേർക്കാനായിട്ട്. ഇത് ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിച്ച് ഇളക്കാം. എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ പൊടികളും മറ്റുള്ള പഞ്ചസാരകളും എത്തുന്ന വിധത്തിൽ നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ചൂട് പോകുന്നിടം വരെ അടച്ച് വെച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷം നമുക്ക് ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുവാണ്. ചായയുടെ ഒപ്പം കുടിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാൻ.